നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചിറയൻകീഴിൽ ഒരു കുടുംബത്തിലെ 4 പേര് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അടിമുടി ദുരൂഹത തുടരുന്നു. വക്കം അഷ്ടപതിയിൽ ഫാർമേഴ്സ് ബാങ്ക് സീനിയർ അക്കൗണ്ടന്റ് അനിൽകുമാർ, ഭാര്യ ഷീജ, മക്കളായ അശ്വിൻ, ആകാശ് എന്നിവരെ വീട്ടിലെ സ്വീകരണ മുറിയിൽ കഴിഞ്ഞ 27 തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനാകാത്തതിലാണ് ജനരോഷം ശക്തമാവുന്നത്. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും പോലീസിന്റെ വിശദീകരണം. മരണം നടന്ന അതേ ദിവസം കടയ്ക്കാവൂർ SHO അവധിയിലായിരുന്നു. പകരം അഞ്ചുതെങ്ങ് SHOയെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി. സംഭവം നടന്ന സ്ഥലം കടയ്ക്കാവൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഉള്ളത്. മൃതദേഹങ്ങൾക്ക് അടുത്തുനിന്ന് പോലീസ് ആത്മഹത്യാക്കുറിപ്പും ഡയറിയും കണ്ടെത്തിയെങ്കിലും അതിലെ ഉള്ളടക്കം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. സംഭവത്തിന് തലേന്ന് രാത്രി 4-അംഗ സംഘം അനിൽകുമാറിന്റെ വീട്ടിലെത്തുകയും വാക്കേറ്റമുണ്ടാവുകയും ചെയ്തതായി സമീപവാസികളിൽ ചിലർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. മരണവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച വൈകിട്ട് 4-ന് വക്കം വെളിവിലാകം ഗൗരി ഗാർഡനിൽ നാട്ടുകാരുടെ ആക്ഷൻ കൗൺസിൽ ചേരും. വർഷങ്ങളായി CPM ഭരിക്കുന്ന ബാങ്കിലെ സാമ്പത്തിക ഇടപാടുകൾക്ക് അനിൽകുമാറിന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന സംശയം നാട്ടുകാർക്കിടയിൽ ഉണ്ടെങ്കിലും ബാങ്ക് അധികൃതർ ഇക്കാര്യത്തിൽ വ്യക്തമായ വിശദീകരണം നൽകിയിട്ടില്ല. CPM ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ അനിൽകുമാറിന്റെ കുടുംബം ഒന്നാകെ പാർട്ടിയിൽ സജീവമായിരുന്നു. മക്കളായ അശ്വിനും ആകാശും DYFIയിലും SFIയിലും പ്രാദേശിക ഘടകങ്ങളെ ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ട്. പാർട്ടിയുമായി ഇത്രയും അടുപ്പം പുലർത്തിയിരുന്ന കുടുംബത്തിന്റെ മരണത്തിൽ പ്രാദേശിക നേതൃത്വം മൗനം പാലിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇതേ ബാങ്കിലെ 2 ജീവനക്കാർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു. അക്കൗണ്ടന്റായിരുന്ന ജയപാലൻ ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു. ബാങ്കിൽ മുക്കുബണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ വായ്പയെടുത്തെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയായിരുന്നു ജയപാലന്റെ മരണം. ജയപാലൻ നിരപരാധിയാണെന്നും മുക്കുബണ്ടം പണയം വെച്ചതിന് പിന്നിൽ ബാങ്ക് ഭരണസമിതിയുടെ ഇടപെടലുണ്ടെന്നും ആക്ഷേപമുയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് അന്വേഷണം പക്ഷേ പാതി വഴിയിൽ നിലച്ചു. ബാങ്കിലെ മുൻ പ്രസിഡന്റായിരുന്ന സൈനുലബ്ദീന്റെ അസ്വാഭാവിക മരണത്തിന് പിന്നാലെ നാട്ടുകാർക്കിടയിൽ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് കെട്ടടങ്ങുകയായിരുന്നു. സംഭവത്തിലെ ദുരൂഹത അന്വേഷിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പ് ഇവരിൽ ആരെങ്കിലും എഴുതിയതാണോ എന്ന് പരിശോധിക്കും. മരണത്തിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും ഇടപെടലോ സ്വാധീനമോ ഉണ്ടായോ എന്നും അന്വേഷിക്കും. മൃതദേഹങ്ങൾക്ക് സമീപത്ത് നിന്ന് ലഭിച്ച ഡയറിയിലെയും കത്തിലെയും വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് കരുതുന്നത്. ജീവനെടുക്കാൻ മാത്രമുള്ള ബാധ്യത ഇവർക്കുണ്ടോ എന്ന് സംശയമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വായ്പ സംബന്ധിച്ച വിവരങ്ങൾ സ്ഥിരീകരിക്കുവാൻ പോലീസ് അനിൽകുമാറിന്റെയും ഷീജയുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും മറ്റും പണമിടപാടുകളും പരിശോധിച്ചു വരികയാണ്. കുടുംബത്തിന് ഭീമമായ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി സൂചന ഉണ്ടായിരുന്നു. വക്കം ഫാർമേഴ്സ് ബാങ്കിൽ അക്കൗണ്ടന്റായിരുന്നു അനിൽകുമാർ. ഷീജ നിയമസഭാ സെക്രട്ടേറിയറ്റിലെ താൽക്കാലിക ജീവനക്കാരിയാണ്. അശ്വിൻ ബിരുദം പൂർത്തിയാക്കി ജോലിക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആകാശ് ചിറയൻകീഴിൽ 3-ാം വർഷ BTech വിദ്യാർത്ഥി. വീട് അടഞ്ഞു കിടന്നതിനാൽ അസ്വാഭാവികത തോന്നിയാണ് അയൽവാസികൾ പോലീസിനെ വിവരം അറിയിച്ചതും പോലീസ് ഇവിടേക്ക് എത്തിയതും. പിന്നീടാണ് മരണവിവരം പുറത്തറിയുന്നത്. വാതിൽ അടച്ചിരുന്നുവെങ്കിലും പൂട്ടിയിരുന്നില്ല. ജ്യൂസ് കുപ്പികളും വിഷത്തിന്റെ പൊതികളും വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. സാമ്പത്തിക ബാധ്യതയാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടെങ്കിലും ബാധ്യത എങ്ങനെ ഉണ്ടായെന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണ്ടിവരും. വീട് വയ്ക്കാനെടുത്ത വായ്പാ തുക തിരിച്ചടയ്ക്കുവാൻ കഴിയാത്തതും വാഹനാപകടത്തിൽപ്പെട്ട മകന്റെ ചികിത്സയ്ക്കായി ഒരുപാട് പണം ചെലവിടേണ്ടി വന്നതും പ്രതിസന്ധിയിലാക്കിയെന്നാണ് അടുത്ത ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ എത്ര രൂപയുടെ കടമുണ്ടായിരുന്നുവെന്നും മറ്റുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. മൃതദേഹങ്ങൾക്ക് സമീപത്ത് നിന്ന് ലഭിച്ച കുറിപ്പിലെയും ഡയറിയിലെയും വിവരങ്ങളും പോലീസ് പുറത്തുവിട്ടില്ല. നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെട്ടിരുന്ന കുടുംബം CPMന്റെ പ്രവർത്തകരായിരുന്നു. CPM വക്കം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു അനിൽകുമാർ. മകൻ ആകാശ് DYFI വക്കം മേഖലാ പ്രസിഡന്റും SFI ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി അംഗവുമാണ്. നാട്ടുകാരുമായും അയൽവാസികളോടും സൗഹൃദം പുലർത്തി വന്നിരുന്ന കുടുംബത്തിനുണ്ടായ ദുരന്തത്തിന്റെ നടുക്കത്തിലാണിപ്പോൾ നാട്. തിങ്കളാഴ്ച രാത്രി 8-ന് മുൻപേ വീട്ടിൽ ലൈറ്റുകളെല്ലാം ഓഫാക്കിയിരുന്നത് അയൽവാസികളിൽ സംശയമുണ്ടാക്കുകയും ചിലർ ഷീജയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഫോൺ റിംഗ് ചെയ്തുവെങ്കിലും എടുത്തിരുന്നില്ല. തുടർന്ന് മകൻ അശ്വിനെ വിളിച്ചുവെങ്കിലും ഫോൺ ഓഫായ നിലയിലായിരുന്നു. സംഭവ ദിവസം രാവിലെ 9 വീടിന് പുറത്ത് ആരെയും കാണാതായതിനെ തുടർന്നാണ് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചത്. അനിൽകുമാർ ദിവസവും രാവിലെ സമീപത്തെ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്ന പതിവുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ ആ ഒരു സംഭവ ദിവസം ഇവർ ഉപയോഗിച്ചിരുന്ന ഇരുചക്ര വാഹനങ്ങളിൽ കാർ ഷെഡിൽ കിടക്കുന്നതും നാട്ടുകളിൽ സംശയമുണ്ടാക്കി. പോലീസ് സ്ഥലത്തെത്തുമ്പോൾ വീടിന്റെ പ്രധാന വാതിൽ ചാരി ഇരിക്കുന്ന ഒരു നിലയിലായിരുന്നു. സഹകരണ ബാങ്ക് ജീവനക്കാരനും കുടുംബത്തിനും കണ്ണീരോടെയാണ് ആ നാട് അന്ത്യാഞ്ജലി നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വക്കത്തെ വീട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് ശേഷം ആറ്റിങ്ങൽ ശാന്തി തീരം ശ്മശാനത്തിൽ സംസ്കരിച്ചു. പ്രിയപ്പെട്ടവരെ അവസാനമായി ഒന്ന് കാണുവാനും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനുമായി ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടുന്ന വൻ ജനാവലി രാവിലെ മുതൽ തന്നെ വക്കത്തെ വീട്ടിൽ തടിച്ചുകൂടിയിരുന്നു. 1 മണിക്ക് ആരംഭിച്ച പൊതുദർശനം 2 മണിയോടെയാണ് പൂർത്തിയാക്കിയത്. കടകംപള്ളി സുരേന്ദ്രൻ MLA, OS അംബിക MLA, കോൺഗ്രസ് നേതാവ് വർക്കല കഹാർ, മുൻ MLA B സത്യൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ ബീഗം,
CPM ഏരിയ സെക്രട്ടറി M പ്രദീപ് തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ബന്ധുക്കളും നാട്ടുകാരും രംഗത്തെത്തിയിട്ടുള്ളത്. സാമ്പത്തിക ബാധ്യതയാണ് ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പറയുമ്പോഴും മരിക്കുന്നതിന്റെ തലേദിവസം പോലും അനിൽകുമാറിന്റെ പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസവും കണ്ടിരുന്നില്ല എന്നാണ് അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത്. വക്കം വെളിവിളാകം ക്ഷേത്രകാര്യങ്ങളെ കുടുംബത്തോടൊപ്പം സഹകരിക്കാറുള്ള അനിൽകുമാർ പതിവ് പോലെ തലേദിവസം വൈകിട്ടും ക്ഷേത്രത്തിലെത്തി സുഹൃത്തുക്കളുമായി ഏറെ നേരം സംസാരിച്ചിരുന്നു. അടുത്ത ബന്ധുവിനോട് നാളെ നിങ്ങൾക്കൊരു പ്രധാന വാർത്ത ഞാൻ എത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അനിൽകുമാർ പിരിഞ്ഞത്. ഫാർമേഴ്സ് ബാങ്കിൽ നിന്ന് അനിൽകുമാറിന്റെ ഉത്തരവാദിത്തത്തിൽ മറ്റാർക്കു വേണ്ടി വൻതുക വായ്പ എടുത്തിരുന്നുവെന്നും അത് തിരിച്ചടയ്ക്കാനാകാത്ത വിധം കടം പെരുകിയെന്ന് നാട്ടുകാരിൽ ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. സംഭവം നടക്കുന്നതിന് തലേനാൾ ബാങ്കിന്റെ മണനാക്ക് ബ്രാഞ്ചിൽ ഓഡിറ്റിംഗിന് സഹകരണ വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥ സംഘം എത്തിയിരുന്നതായി നടപടിക്രമങ്ങളുടെ ഭാഗമായി ഭാര്യ ഷീജയെ ബാങ്കിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നതായും ജീവനക്കാർ പറയുന്നു. പക്ഷേ അതേ ദിവസം അനിൽകുമാർ ബാങ്കിൽ എത്തിയിരുന്നില്ല. നേരത്തെ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലായിരുന്ന അനിൽകുമാറിനെ അടുത്തിടെയാണ് മണനാക്ക് ബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയത്. ആത്മഹത്യാക്കുറിപ്പിനൊപ്പം ഡയറിയും കണ്ടെടുത്തിരുന്നു. പക്ഷേ ഈ ഡയറിയിലെ വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അനിൽകുമാറിനെ 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വക്കം ഗ്രാമപഞ്ചായത്തിലെ സൊസൈറ്റി വാർഡിൽ CPM സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ഇതിനിടെ മറ്റൊരു സംഭവം പുറത്തുവരുന്നുണ്ട്. പുതുപ്പള്ളിയിലെ വീട്ടിൽ നിന്നും 1 വർഷം മുൻപ് പട്ടാപ്പകൽ 14.5 പവൻ സ്വർണം മോഷണം പോയ കേസിൽ മരുമകൾ അറസ്റ്റിലായി. പുതുപ്പള്ളി പ്രയാർ വടക്ക് പനകുളത്ത് പുത്തൻ വീട്ടിൽ സാബു ഗോപാലന്റെ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലാണ് പുതുപ്പള്ളി തെക്ക് നെടിയത്ത് വീട്ടിൽ ഗോപിക പിടിയിലായത്. സാബു ഗോപാലൻ ഗോപികയുടെ കയ്യിൽ ലോക്കറിൽ വയ്ക്കുവാനായി ഏൽപ്പിച്ച സ്വർണം ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ടുവരവേ വഴിയിൽ വെച്ച് ഗോപികയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതായി പരാതി ലഭിക്കുകയായിരുന്നു. വിശദമായി നടത്തിയ അന്വേഷണത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചു. DYSP N ബാബുക്കുട്ടൻ, SHO അരുൺ ഷാ, SI രതീഷ് ബാബു, ASI ജീജാദേവി, ഷിബു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 2024 മെയ് 10-നാണ് കേസിന് ആസ്പദമായ സംഭവം. സാബുവിന്റെ വീട്ടിലെ കിഴപ്പുമുറിയിലെ കബോർഡിൽ സൂക്ഷിച്ചിരുന്ന 14 പവൻ സ്വർണം മോഷണം പോയതായി കുടുംബം പോലീസിൽ പരാതി നൽകി. മോഷണത്തിന് പിന്നിൽ വീട്ടിലുള്ള ആരോ ആണെന്ന് സംശയം തോന്നി കുടുംബാംഗങ്ങളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ 3-ന് സമാന സംഭവം ആവർത്തിച്ചപ്പോഴാണ് ഗോപിക പിടിയിലാകുന്നത്. ലോക്കറിൽ സൂക്ഷിക്കാൻ നൽകിയിരുന്ന 11 പവൻ സ്വർണം തിരികെ എടുത്തുകൊണ്ടുവരുമ്പോൾ നഷ്ടപ്പെട്ടതായി ഗോപിക പരാതി നൽകി. അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്തപ്പോൾ സ്വർണം എടുത്തത് താൻ തന്നെയാണെന്ന് ഗോപിക സമ്മതിക്കുകയായിരുന്നു. 1 വർഷം മുൻപ് കാണാതായ സ്വർണം ബന്ധുവിന്റെ സഹായത്തോടെ വിറ്റതാണെന്നും ഗോപിക മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.